എവരി വൺ, ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലളിത. SSLC മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 11 ചാപ്റ്ററുകളിലായിട്ടാണ് മാത്തമാറ്റിക്സ് പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗങ്ങളിൽ നിന്നായി 110 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. നിങ്ങൾ അതിൽ പരമാവധി 80 മാർക്കിൻ്റെ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 80 മാർക്കിൽ 30 മാർക്ക് സർക്കിൾസിൽ നിന്നും ടാൻജൻസിൽ നിന്നുമായി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. 18 മാർക്ക് സർക്കിൾസിൽ നിന്നും 12 മാർക്ക് ക്വസ്റ്റ്യൻസ് ടാൻജൻസിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർക്കിൾസും അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് 14 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സർക്കിൾസും അരിത്തമെറ്റിക് സീക്വൻസും നാം പഠിപ്പിച്ച് കഴിഞ്ഞതാണ്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ ടാൻജൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരകളും അതുപോലെ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന മാർക്ക് നേടാൻ സാധിക്കുന്ന പ്രോബ്ലംസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന ഈ ചാപ്റ്ററിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണ് ഒരു സർക്കിളിന്റെ ടാൻജന്റ്, ഒരു വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിക്കലാണ്. നോക്കാം, ഒരു ലൈനും ഒരു സർക്കിളും ഒരു വൃത്തവും ഒരു പ്ലെയിൻ സർഫസിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏതെല്ലാം തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും? ഒന്ന്, ഈ വൃത്തത്തെ തൊടാതെ കടന്നു പോകുന്ന വരയായി നമുക്ക് സങ്കല്പിക്കാം, അല്ലേ? തൊടാതെ കടന്നു പോകുന്ന വര വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കേസ്, ഈ വൃത്തത്തെ 2 ബിന്ദുക്കളിൽ തൊട്ടുകൊണ്ട് 2 ബിന്ദുക്കളിൽ കട്ട് ചെയ്തുകൊണ്ട്, അല്ലേ, മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന വര നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമതൊന്ന് വരയ്ക്കാൻ സാധിക്കുന്നത് ഈ വൃത്തത്തെ ഒരു ബിന്ദുവിൽ മാത്രം തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന വരയാണ്. ഈ 3 വരകളിലും വെച്ച് തൊടുന്ന വര, തൊടുവരയായിട്ട് നാം എടുക്കുന്നത് ഈ വരയെയാണ് തൊടുവര എന്ന് പറയുന്നത്. അതായത് വൃത്തത്തിനും ഈ വരയ്ക്കും പൊതുവായി ഒരു ബിന്ദു മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരം വരകളെയാണ് വൃത്തത്തിന്റെ തൊടുവര എന്ന് പറയുന്നത്. സർക്കിളിനും ടാൻജന്റിനും കോണ്ടാക്ട് പോയിന്റ് ആയിട്ട് ഇതാ ഈ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ് ഇതിന് പറയുക. തൊടുന്ന ബിന്ദു, ടാൻജൻഷ്യൽ പോയിന്റ് ഏതെങ്കിലും ഒന്ന് പറയാം. തൊടുന്ന ബിന്ദു, ഈ തൊടുന്ന ബിന്ദു മാത്രമേ വൃത്തത്തിനും ലൈനിനും കോമൺ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇത്തരം വരകളെയാണ് ഈ വൃത്തത്തിന്റെ തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, അല്ലെ? അപ്പൊ ഇത് രണ്ടും തൊടുവരയല്ല, ഈ വര മാത്രമേ ഈ വൃത്തത്തിന്റെ തൊടുവരയായിട്ട് വരുന്നുള്ളൂ. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്, ഈ തൊടുവരയ്ക്ക് വൃത്തത്തിന്റെ അളവുകളുമായി ആരവുമായി എന്ത് ബന്ധമാണുള്ളത്? ഈ അളവ്, കോണളവ് എന്താണ് എന്നുള്ളതാണ്. വൃത്തത്തിന്റെ ഒരു ആരം വരച്ചു കഴിഞ്ഞാൽ ആരത്തിന്റെ അഗ്രബിന്ദുവിലൂടെ നാം വരയ്ക്കുന്ന തൊടുവര ഉണ്ടല്ലോ, ടാൻജന്റ്, ആ ടാൻജന്റും ഈ ആരവും തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആരത്തിന് പെർപെൻഡിക്കുലർ ആണ് ഈ തൊടുവര എന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രി ആയിരിക്കും, ലംബമായിരിക്കും എന്നർത്ഥം. അതായത് റേഡിയസും ആ റേഡിയസിന്റെ എൻഡ് പോയിന്റിലൂടെയുള്ള ടാൻജന്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, അതിനുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വൃത്തത്തിന്റെ 2 ആരങ്ങൾ എടുത്ത് ആരത്തിന്റെ അഗ്രബിന്ദുക്കളിലൂടെ തൊടുവര വരയ്ക്കുകയാണെങ്കിൽ ആ 2 തൊടുവരകളും ഒരു പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടി എന്നിരിക്കട്ടെ എങ്കിൽ ഈ ഒരു ചതുർഭുജം, ഏത് ചതുർഭുജം? PBOA എന്ന ഈ ചതുർഭുജം ഉണ്ടല്ലോ, ഈ ചതുർഭുജം ചക്രീയമായിരിക്കും, ചക്രീയ ചതുർഭുജം ആയിരിക്കും എന്നതാണ് കോൺസെപ്റ്റ്. ഒന്നുകൂടി പറയാം. വൃത്തകേന്ദ്രം O, ആ വൃത്തകേന്ദ്രത്തിൽ നമ്മൾ ആരം 2 ആരങ്ങൾ ഇവിടെ വരയ്ക്കുന്നു. ആരത്തിന്റെ എൻഡ് പോയിന്റ്, റേഡിയസിന്റെ എൻഡ് പോയിന്റ്സിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന ടാൻജൻസ് വരച്ച് കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ P എന്ന് അടയാളപ്പെടുത്തി. ഇപ്പോൾ നമുക്ക് ഒരു ചതുർഭുജം കിട്ടി, PAOB അല്ലെങ്കിൽ PBOA പേര് വിളിക്കാം, അല്ലെ? ഈ ചതുർഭുജത്തിന്റെ 4 കോണുകൾ നമുക്കറിയാം, 1, 2, 3, 4. എങ്കിൽ ഈ ചതുർഭുജം ഒരു ക്വാഡ്രിലേറ്ററൽ, ഒരു ചക്രീയമായിരിക്കും. ചക്രീയം എന്ന് പറഞ്ഞാൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതാണ് അടുത്ത കോൺസെപ്റ്റ്. എങ്ങനെയാണ് ഇത് തെളിയിക്കുക? നിങ്ങൾക്ക് അറിയാം, സൈക്ലിക് ക്വാഡ്രിലേറ്ററലിന്റെ
എതിർകോണുകൾ അനുപൂരകമാണ് എന്ന് വൃത്തം സർക്കിൾസ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആ കോൺസെപ്റ്റ് അല്ലേ. ഇതിന്റെ ഇവിടെ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടെയും ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണ്. തീർച്ചയായിട്ടും ഈ ചതുർഭുജം ക്വാഡ്രിലേറ്ററൽ ചക്രീയം ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ. അതായത് ഒരു വൃത്തത്തിന്റെ രണ്ട് ആരങ്ങളും ആരത്തിന്റെ അഗ്രബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകളും തമ്മിലുണ്ടാക്കുന്ന ചതുർഭുജം ചക്രീയ ചതുർഭുജം ആയിരിക്കും, ചക്രീയമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ 4 ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. ചക്രീയ ചതുർഭുജത്തിന്റെ 4 ശീർഷങ്ങളിലൂടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും, ചക്രീയ ചതുർഭുജം ആയിരിക്കും എന്നതാണ് അടുത്ത കോൺസെപ്റ്റ്. ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത്. എങ്കിൽ ഇത് ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ, തൊടുവരകൾക്കിടയിൽ എക്സ് ഡിഗ്രി ആണെങ്കിൽ ആരങ്ങൾക്കിടയിലുള്ള കോണളവ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ. എക്സ് ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയ 180 ആണെങ്കിൽ, ചക്രീയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്പോസിറ്റ് ആംഗിൾസും കൂട്ടിയാൽ 180 ഡിഗ്രി തന്നെ ആയിരിക്കണം. അതായത് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞത് ഒരു വൃത്തത്തിന്റെ 2 ആരങ്ങൾ വരച്ച് 2 റേഡിയസ് വരച്ച് അതിന്റെ എൻഡ് പോയിന്റ്സിൽ കൂടി കടന്നു പോകുന്ന ടാൻജൻസ് കൂട്ടിമുട്ടുന്ന ബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഈ ചതുർഭുജം ചക്രീയ ചതുർഭുജം ആയിരിക്കുമെന്നും അതുകൊണ്ട് എതിർകോണുകൾ അനുപൂരകമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ ടാൻജൻസിന്റെ ഇടയിലുള്ള ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ റേഡിയസിന്റെ ഇടയിലുള്ള ആംഗിൾ 180 മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ഇതുപയോഗിച്ച് കൺസ്ട്രക്ഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് കൊല്ലത്തെ SLC മോഡൽ എക്സാമിനും ചോദിച്ചു കഴിഞ്ഞതാണ്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് നോക്കൂ. ആരം 2.5 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി 80 ഡിഗ്രിയും ആയ ഒരു ത്രികോണം വരയ്ക്കുക എന്നാണ് ചോദ്യം. നോക്കൂ, റേഡിയസ് 2.5 സെന്റിമീറ്റർ ആയ സർക്കിൾ വരയ്ക്കുക, വൃത്തം വരയ്ക്കുക. അപ്പൊ നമ്മൾ റേഡിയസ് നമുക്ക് ആദ്യം ഈ ചിത്രം എങ്ങനെ വരുമെന്ന് ഏകദേശം ഒരു റഫ് ഫിഗർ വരച്ചു നോക്കാം, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ആരം 2.5 സെന്റിമീറ്റർ ആയ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പൊ നമ്മൾ സൈഡിൽ ഒന്ന് ചെറുതായി വരച്ചു നോക്കുക. 2.5 സെന്റിമീറ്റർ ആയ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടണം. വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടണം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം 3 വശങ്ങളും തൊടുന്നതായ വൃത്തം വരയ്ക്കുക എന്നതാണ് ചോദ്യം. അതായത് ഇത്തരം ഒരു ചിത്രമാവും വരിക. അതായത് സർക്കിൾ ഉള്ളിലെ, ത്രികോണം പുറത്ത്, ട്രയാങ്കിൾ പുറമെ. ട്രയാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ വരത്തക്ക വിധമാണ് നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്. ഒന്ന് ഐഡിയ കിട്ടി അല്ലേ? ഇനി ഇതിൽ പറഞ്ഞത് ഇത് കോണുകൾ 40 60 80 ആണെന്നാണ്. ഇതിന്റെ ആംഗിൾസ് 40 60 80 ആണ്. ഏതെങ്കിലും ഒരു ആംഗിള് 40 ഡിഗ്രിയാണ്, പിന്നെ അടുത്തത് 60 ഡിഗ്രിയാണ്, മറ്റൊന്ന് 80 ഡിഗ്രിയാണ്. എങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കുന്നതിനുള്ള ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവുണ്ടാവും. തൊടുവരകൾ തൊടുന്ന റേഡിയസ് വരച്ചാൽ സെൻട്രലിലേക്ക് ഇങ്ങനെ വരച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇതൊരു നിയമം നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. റേഡിയസും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ടാൻജൻസും തമ്മിലുള്ള ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. ഇത് രണ്ടും കൂട്ടിയാൽ 180 ആവണമെങ്കിൽ ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ 100 ആയിരിക്കണം എന്നും, ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 140 ആയിരിക്കണം എന്നും, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120 ആയിരിക്കണം എന്നും നമുക്ക് മനസ്സിലാക്കും. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ചിത്രമായിരിക്കും കിട്ടുക. ക്ലിയർ? ഈ ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് തന്നത് 40 60 80 അല്ലെ? 40 60 90 ആണ്. 40 60 90 അല്ല, സോറി 80 ആണ്. നമുക്ക് തന്നത് 40 60 80 ആണെങ്കിൽ നമ്മൾ സെൻട്രൽ അളക്കേണ്ട ആംഗിളുകൾ നമ്മൾ കണ്ടുവെക്കുക. സെൻട്രൽ അളക്കേണ്ടത് 40 ആണെങ്കിൽ സെൻട്രൽ 140 ആണെന്നും, രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് അല്ലേ? 60 ആണെങ്കിൽ 180 60 കുറച്ചാൽ 180 മൈനസ് 60 120 ആണെന്നും, 80 ആണെങ്കിൽ 180 80 കുറച്ചാൽ 100 ആണെന്നും മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെയുള്ള ഒരു ചിത്രം കിട്ടണം. ഈ സെൻട്രലിൽ ഇങ്ങനെ മുറിയും വേണം. എങ്കിൽ സെൻട്രലിൽ നമുക്ക്
നമുക്ക് മുറിക്കാൻ സാധിക്കും. ആദ്യം എത്ര അളക്കണം? 140. സെൻട്രൽ നമ്മൾ അളക്കേണ്ടത് 140 ഡിഗ്രിയാണ്. 140 ഡിഗ്രി നിങ്ങൾക്ക് അളക്കാൻ അറിയുന്നുണ്ടാവും, നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. 90 ആണെങ്കിൽ കുത്തനെയാണ്. പല കുട്ടികളും 120ക്ക് സിഗ്നൽ ഉള്ളിലേക്ക് എടുക്കും. ശ്രദ്ധിക്കുക, 120 എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ നിന്ന് പുറത്തേക്കാണ് വരിക എന്ന് നോക്കുക. അതായത് ഇവിടെ 0 വരത്തക്ക വിധത്തിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാൽ 120 ഡിഗ്രി കൃത്യമായിട്ട് അളന്നെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അളക്കുന്നില്ല. 120 ഡിഗ്രി നിങ്ങൾ കൃത്യമായി പ്രൊട്രാക്ടർ യൂസ് ചെയ്തുകൊണ്ട് അളന്നെടുക്കുക. 120 ഡിഗ്രി. പിന്നെ അളക്കേണ്ടത് 140 ഡിഗ്രിക്ക് 140 ഡിഗ്രി. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ സെന്ററിലെ 3 ആംഗിൾസ് അളന്നെടുക്കണം അല്ലേ? സെന്ററിലെ 3 ആംഗിൾസ് 40 ആയതുകൊണ്ട് 140 ഒരു ആംഗിൾ, സെൻട്രൽ ആംഗിൾ ഒരു ആംഗിൾ 140 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് 0 ഈ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് 0 ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എടുത്താൽ 120 എന്ന് പറയുന്നത് ഏകദേശം 90യേക്കാൾ മീതെയാണ്. അതായത് ഏകദേശം ഇങ്ങനെ വര വരും. ഞാൻ അളന്നിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ കൃത്യമായി അളന്നിട്ട് ചെയ്യണം. 120 അല്ല, 140 ഡിഗ്രി. ഓക്കെ. അടുത്തത് 60 ഡിഗ്രി. ഇവിടെ ട്രയാങ്കിളിൽ വരണമെങ്കിൽ 60 ഡിഗ്രി ട്രയാങ്കിളിൽ 40 ഡിഗ്രി. അടുത്തത് 60 ഡിഗ്രി വരണമെങ്കിൽ നമുക്ക് എത്ര വരേണ്ടി വരും? 120 ഡിഗ്രി എടുക്കേണ്ടി വരും. 60 ഡിഗ്രി വരണമെങ്കിൽ 120 ഡിഗ്രി. നിങ്ങൾക്ക് ഈ ലൈനിൽ നിന്നും 120 അളക്കാം, അല്ലെങ്കിൽ ഈ ലൈനിൽ നിന്ന് താഴേക്ക് 120 ഡിഗ്രി അളക്കാം. നിങ്ങൾക്ക് അളക്കാൻ ഏതാണോ എളുപ്പം, ഹൊറിസോണ്ടലായിട്ടുള്ള ലൈനിൽ നിന്നാണ് അളക്കാൻ എളുപ്പമെങ്കിൽ ഇവിടെ 0 വരത്തക്ക വിധം പ്രൊട്രാക്ടർ താഴേക്ക് വെച്ച് നിങ്ങൾക്ക് 120 ഡിഗ്രി അളക്കാവുന്നതാണ്. 120 ഡിഗ്രി അളക്കാവുന്നതാണ്. ക്ലിയർ? ബാക്കിയുള്ളത് തീർച്ചയായിട്ടും 140 120 കഴിഞ്ഞാൽ ബാക്കി 360 ഡിഗ്രിയാണ്. ബാക്കി 100 ആയിരിക്കും. നമ്മൾ വരച്ചു വെച്ചതാണ് അല്ലേ? ഇനി നമുക്ക് ഈ പോയിന്റിൽ ടാൻജന്റ് വരണം എന്നുള്ളതാണ് ആവശ്യം. ഈ ടച്ചിങ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ് 3 കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഈ 3 പോയിന്റിലും ഇത് വരണമെങ്കിൽ, തൊടുവര വരണമെങ്കിൽ, ഈ തൊടുവര ഈ പോയിന്റ് കൂടെ കടന്നിക്കണമെങ്കിൽ റേഡിയസിന് 90 ഡിഗ്രി വരണം. റേഡിയസിന് 90 ഡിഗ്രി വരണമെങ്കിൽ ശരിക്കും കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് നീട്ടും. നമ്മൾ 2 ആർക്കുകൾ ഇപ്പുറം വരയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്നും നമ്മൾ 2 ആർക്കുകൾ ഒരേ ഡിസ്റ്റൻസിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ പറയേണ്ടത്. എന്നാൽ അതിനെ അങ്ങനെ ചെയ്യാൻ അറിയില്ലാത്ത കുട്ടികളെ ഇവിടെ 90 ഡിഗ്രി അളന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്താൻ സാധിക്കും. ആ 90 ഡിഗ്രി ലൈൻ നീട്ടി വരയ്ക്കാം. ശരിക്കും ലൈൻ നമുക്ക് ഒരെണ്ണം ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതിങ്ങനെ നീട്ടുക. ഇവിടെ 90 ഡിഗ്രി വരണമെങ്കിൽ കോമ്പസിൽ ഒരേ അളവുകൊണ്ട് 2 ആർക്കുകൾ 2 ഭാഗത്തും വരയ്ക്കുക. ഇനി ഈ കോമ്പസ് ഇതിൽ കുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരളവ് കോമ്പസിൽ എടുത്തുകൊണ്ട് നമ്മൾ ആർക്കുകൾ വരച്ചു കഴിഞ്ഞാൽ 2 ഭാഗത്തും ആർക്ക് വരയ്ക്കാം. ഒരു ഭാഗത്ത് ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് ഒരു ഭാഗത്തായാലും വിരോധമില്ല. ഇത് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൂട്ടിമുട്ടും. ഇതും ഇങ്ങനെ നീട്ടാൻ സാധിക്കും. ഇനി ഇവിടെയും 90 ഡിഗ്രിയാണ്. ഇവിടുന്ന് 90 ഡിഗ്രി ഏത് 2 മെത്തേഡ് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ ഇങ്ങനെ കോമ്പസ് വെച്ചാൽ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറോ കോൺ അളന്നിട്ടോ ചെയ്യാം. ഇവിടെയും നമ്മൾ 90 ഡിഗ്രി ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് നീട്ടാതെ ഇത് കൂട്ടിമുട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ലൈൻ വരച്ച് സ്കെയിൽ ഉപയോഗിച്ച് വരച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ ലൈൻ എവിടെ നീട്ടിക്കഴിഞ്ഞാൽ മുകളിൽ വെച്ചതാ കൂട്ടിമുട്ടിയിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൽ ഏതായിരിക്കും 120 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിന്റെ സൈഡില് ടാൻജൻസിന്റെ ഇടയിലുള്ളത് 150 120 കുറച്ചാ. 120 വന്നത് 60 കൊണ്ടാണ്. 60 ഡിഗ്രി. അതുപോലെ ഇവിടെ 100 ആണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിള് 180 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ വേണ്ടത്. അപ്പൊ 80 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഇവിടെ 140 ആണ് എങ്കിൽ ഇത് 40 ഡിഗ്രി ആയിരിക്കും. മുകളിൽ 3 ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഞാൻ അതിന്റെ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായി മെഷർമെന്റ് എടുത്തുകൊണ്ട് അളവുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ വരച്ചു നോക്കൂ.
നിങ്ങൾക്കത് സാധിക്കും. കഴിഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ്. എന്ത് കോൺസെപ്റ്റ്? രണ്ട് റേഡിയസിന്റെ ഇടയിലുള്ള ഏങ്കിളും ടാൻജൻസിന്റെ ഇടയിലുള്ള ഏങ്കിളും സപ്ലിമെന്ററി ആയിരിക്കും. അതായത് റേഡിയസിന്റെ ഇടയിലുള്ള ഏങ്കിളും ആരങ്ങൾക്കിടയിലുള്ള കോണും ആ ആരങ്ങളുടെ എൻഡ് പോയിന്റ്സിൽ കൂടെയുള്ള തൊടുവരകൾക്ക് ഇടയിലുള്ള കോണും അനുപൂരകമാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് എന്ന കോൺസെപ്റ്റാണ് ഈ ചിത്രം വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചത്. അതായത് വൃത്തത്തെ പൊതിയുന്ന ത്രികോണം ആണ് നമ്മൾ വരച്ചത്. വൃത്തത്തെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന ത്രികോണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നെങ്കിൽ വൃത്തത്തെ പൊതിയുന്ന ത്രികോണം വരയ്ക്കുക, കോണുകൾ ഇത്ര ഡിഗ്രി ആയത്. അല്ലെങ്കിൽ ത്രികോണങ്ങളുടെ വശങ്ങൾ വൃത്തത്തിന്റെ തൊടുവരകളാകത്തക്ക വിധത്തിലെ ത്രികോണം വരയ്ക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ആരം തന്നിട്ടുണ്ടെങ്കിൽ തുടക്കം സർക്കിളിൽ നിന്നാണ്, വൃത്തം വരച്ചുകൊണ്ടാണ് എന്ന കാര്യം നിങ്ങൾ നിർബന്ധമായും ഓർക്കേണ്ടതുണ്ട്. ക്ലിയർ? നോക്കൂ, ചിത്രത്തിൽ 2 ത്രികോണങ്ങൾ തന്നിട്ട് ഒരു സർക്കിളും ഒരു വൃത്തവും തന്നിട്ടുണ്ട്. നമ്മളോട് തന്നിരിക്കുന്നത് ചിത്രത്തിലെ ചെറിയ ത്രികോണം ABC-യുടെ 2 കോണുകളാണ് തന്നിരിക്കുന്നത്, 80 ഡിഗ്രിയും 60 ഡിഗ്രിയും. ചോദ്യം ഇതാണ്: വലിയ ത്രികോണത്തിന്റെ കോണുകൾ കണ്ടുപിടിക്കുക എന്നാണ്. ത്രികോണം PQRന്റെ കോണളവുകൾ കണ്ടുപിടിക്കുക. എന്താണ് അതിന്റെ ഏംഗിൾസ് എന്നാണ്. ട്രയാങ്കിൾ PQRന്റെ ഏംഗിൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്നിരിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ചെറിയ ട്രയാങ്കിൾ ABC-യുടെ 2 ഏംഗിൾസ് 80യും 60യുമാണ് അല്ലെ? 80ഉം 60ഉം ആണ്, 140 ആയി. ബാക്കി ഈ ഏംഗിൾ എത്രയായിരിക്കും? 80ഉം 60ഉം ഈ ഏംഗിളും കൂടി കൂട്ടിയ ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. എങ്കിൽ 80, 60, 140 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 40 ഡിഗ്രിയാണ് എന്ന് കാണാൻ എളുപ്പമാണ്. നമുക്ക് തന്നിട്ടില്ലെങ്കിലും നമുക്കത് കാണാൻ സാധിക്കും. നമുക്ക് ചെറിയ ത്രികോണത്തിന്റെ കോണുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി വലിയ ത്രികോണത്തിലേക്ക് എത്തണം അല്ലേ? ചെറിയ ത്രികോണത്തിലേക്ക് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് സെൻട്രയിൽ നിന്ന് ഈ ടാൻജൻഷ്യൽ പോയിന്റ് തൊടുന്ന ബിന്ദുവായിട്ട് നിങ്ങൾ യോജിപ്പിക്കുക. റേഡിയസ് ആരങ്ങൾ വരയ്ക്കുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ O എന്ന പോയിന്റ് ആണ്. ക്ലിയർ? നമുക്ക് തന്നിരിക്കുന്നത് ഇത് 60 ആണെങ്കിൽ, ഈ ഏംഗിൾ 60 ആണെങ്കിൽ ആരാണ് ഉണ്ടാക്കിയത്? ഈ ഏംഗിൾ ഈ ആർക്കാണ് അല്ലെങ്കിൽ ഈ കോഡാണ് 60 ഡിഗ്രി ഉണ്ടാക്കിയത്. എങ്കിൽ ഇതിന്റെ സെൻട്രൽ ഏംഗിൾ എന്തായിരിക്കും? ഈ ഏംഗിള് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സെൻട്രലുള്ള ഏംഗിൾ എത്രയായിരിക്കും? 60യുടെ ഡബിൾ ആയിരിക്കും, 120 ആയിരിക്കും. 120 കാണാനുണ്ടല്ലോ അല്ലെ? ഇതിന് ഓപ്പോസിറ്റ് 120 ഡിഗ്രി ആയിരിക്കും. അതായത് ഏംഗിൾ AOB ഈക്വൽ ടു 180 മൈനസ് 60 ആയിരിക്കും. അതായത് 120 ഡിഗ്രി ആയിരിക്കും. ഇത് 120 ആണെങ്കിൽ ഈ ഏംഗിൾ എത്രയായിരിക്കും? ടാൻജൻസിന്റെ ഇടയിലുള്ള ഏംഗിളും ഈ റേഡിയസിന്റെ ഇടയിലുള്ള ഏംഗിളും സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. എങ്കിൽ ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ആയിരിക്കും. അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏംഗിൾ P ഈക്വൽ ടു 180 മൈനസ് 120, അതായത് 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ? ഇനി നമുക്ക് ഈ ഏംഗിളിൽ നിന്ന് തുടങ്ങാം. 80 ഇവിടെ 80 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ സെൻട്രൽ ഏംഗിൾ എത്രയായിരിക്കും? 80 ആണെങ്കിൽ ഈ ഏംഗിൾ 80 ആണെങ്കിൽ ഇതിന് ഈ സെൻട്രൽ ഏംഗിൾ ഈ കോഡ് AC ഉടെ സെൻട്രൽ ഏംഗിൾ 80യുടെ ഡബിൾ 160 ആണ് എന്ന് നമുക്കറിയാം. ക്ലിയർ? 160 ആണ് സെൻട്രൽ ഏംഗിൾ. 160 ആണെങ്കിൽ ഇതിന്റെ ടാൻജൻസിന്റെ ഇടയിലെ എത്രയായിരിക്കും? 160 ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 180 ആണ്. റേഡിയസിന്റെ ഇടയിലുള്ള ഏംഗിളും ടാൻജൻസിന്റെ ഇടയിലുള്ള ഏംഗിളും കൂട്ടിയാൽ 180 ആണ്. എങ്കിൽ 160 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 20 ഡിഗ്രി അല്ലേ കാണാൻ പാടുള്ളൂ. അതായത് നമ്മളിപ്പോ കിട്ടിയത് നമുക്ക് ഏംഗിൾ P ഏതാണ്? 80 എന്നാണ് തുടങ്ങിയത് അല്ലേ? ഏംഗിൾ ABC 80 ആണ്. ഇതിൽ നിന്ന് കിട്ടുന്നത് ഇംപ്ലൈസ് ഇത് 80 ആണെങ്കിൽ സെൻട്രൽ ഏംഗിൾ 160, അതായത് ഏംഗിൾ AOC ഡബിൾ 2 into 80 160 ആണ്. ഇതിൽ നിന്നും കിട്ടിയത് ഇത് 160 ആണെങ്കിൽ ഏംഗിൾ R ഈക്വൽ ടു 20 ഡിഗ്രി. ക്ലിയർ? ഇനി നമുക്ക് അടുത്തത് നമുക്ക് ട്രയാങ്കിളിന്റെ 2 ഏംഗിൾ 60യും 20യും ആണ്.
എങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കാണാൻ എളുപ്പമാണ് അല്ലേ? 3 കൂടി കൂട്ടിയാൽ 180 കിട്ടണ്ടേ? അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് 40 ആണെങ്കിൽ ഇത് 80 ആണെന്നും 80 ആണെങ്കിൽ ഇത് 180 മൈനസ് 80 100 ആണെന്നും എത്താൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ ആംഗിൾ പിയും ആംഗിൾ ആറും കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ ക്യൂ ഈക്വൽ ടു 180യിൽ നിന്ന് കുറയ്ക്കണം. ഏത് തമ്മിൽ കുറയ്ക്കണം? 60ഉം 20ഉം അല്ലേ? 80 കുറയ്ക്കണം. എങ്കിൽ ഇത് 100 എന്ന് കിട്ടും. അപ്പൊ വലിയ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ആംഗിൾസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം. നമുക്ക് തന്നത് ചെറിയ ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് ആയിരുന്നു. അതിന്റെ മൂന്നാമത്തെ ആംഗിൾ ഞാൻ എഴുതാൻ കാരണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചെറിയ ത്രികോണത്തിലെ കോണുകളും വലിയ ത്രികോണത്തിലെ കോണളവുകളും എഴുതാൻ ചോദിക്കാം. അങ്ങനെയും വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ 40 എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇത് 80 60 ആണെങ്കിൽ ബാക്കി 40 ആയിരിക്കും എന്ന ചെറിയ ത്രികോണത്തിലെ കോണുകൾ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് 80 ആണെങ്കിൽ ഈ ആംഗിൾ 80 ഉണ്ടാക്കിയത് AC എന്ന കോഡാണ്, അല്ലെങ്കിൽ AC എന്ന ഈ ചെറിയ ചാപമാണ്. ആ ചാപത്തിന്റെ ആണ് ഈ മറുചാപത്തിൽ 80 ഉണ്ടാക്കിയതെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 80യുടെ ഡബിൾ 160 ആയിരിക്കും. ശരിയല്ലേ? അപ്പം ആരങ്ങൾക്കിടയ്ക്ക് 160 ആണെങ്കിൽ ടാൻജൻസിനിടയ്ക്ക് ബാക്കി 20 ആയിരിക്കും. ആരങ്ങൾക്കിടയിലുള്ള കോണും ടാൻജൻസിനിടയിലുള്ള കോണും സപ്ലിമെന്ററി ആയിരിക്കും. എൻഡ് പോയിന്റ്സ് കൂടെയാണ് ടാൻജൻസ് തൊടുവരകൾ വരച്ചതെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 80യിൽ നിന്നാണ് നമ്മൾ ഈ 20യിലേക്ക് എത്തിയത്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഇത് 60 ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഈ 60യുടെ ഓപ്പോസിറ്റുള്ള ഈ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണെന്നും ആ 120 60 കൂട്ടിയാലാണ് 180 കിട്ടുക. അതുകൊണ്ട് ആംഗിൾ പി 60 ഡിഗ്രിയുമാണെന്നാണ് അല്ലെ? 60യും 20യും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇത് 60 പ്ലസ് 20 80 ആണെന്നും 80 ബാക്കി 100 ആണെന്നും. ചിത്രം വലുതാക്കി വരച്ച് നിങ്ങളുടെ ആൻസർ ഷീറ്റിലെ ചിത്രം വ്യക്തമായി ആംഗിൾസ് ഒക്കെ പേപ്പർ വാല്യൂ ചെയ്യുന്ന സാറിനെ കാണത്തക്ക വിധത്തിൽ വലുതായി തന്നെ ചിത്രം വരച്ച് അതിലെ ആംഗിൾസ് അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മെഷർമെന്റ് അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടല്ലോ? ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവണം ഈ കുട്ടിക്ക് എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ് എന്ന ചിത്രത്തിൽ തന്നെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് ഒരു സർക്കിളിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരയെ കുറിച്ചാണ്. ഒരു വൃത്തത്തിന്റെ പുറത്തുള്ള പി എന്ന ബിന്ദുവിൽ നിന്നും ഞാൻ ആ വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ചിരിക്കുകയാണ്. വൃത്തത്തിന്റെ പുറത്തുള്ള പി എന്ന ബിന്ദുവിൽ നിന്നും എത്ര തൊടുവരകൾ വൃത്തത്തിന് വരയ്ക്കാം എന്ന ഡിസ്കഷനിൽ നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടെത്തിയത് 2 തൊടുവരകളാണ് വരയ്ക്കാൻ പറ്റും. പിയിൽ കൂടി കടന്നു പോകുന്ന അനവധി വരകളുണ്ട്. പക്ഷേ ഈ വൃത്തത്തെ തൊട്ടുകൊണ്ട് 2 വരകളാണ് ഉണ്ടാവുക. ഇവിടെ പി എ എന്നും പി ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു അല്ലെ? 2 തൊടുവരകൾ. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഈ തൊടുവരകളുടെ നീളങ്ങൾ തുല്യമാണ് എന്നൊരു കോൺസെപ്റ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് വൃത്തത്തിന്റെ പുറത്ത് പി എന്ന ബിന്ദു, ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളുടെ നീളങ്ങൾ തുല്യമാണ്. 2 പോയിന്റാണ് പറഞ്ഞത്. വൃത്തത്തിന് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക്, സർക്കിളിലേക്ക് 2 ടാൻജൻസ്, 2 തൊടുവരകൾ വരയ്ക്കാം. അടുത്ത പോയിന്റ്, നിങ്ങൾ വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമായിരിക്കും എന്ന 2 കോൺസെപ്റ്റും ഉപയോഗിച്ചുകൊണ്ട് SSLC പരീക്ഷയ്ക്ക് ഒരു വര ചോദിക്കാറുണ്ട്. ആ വരയാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, എന്തായിരുന്നു ഈ വർഷം SSLC മോഡൽ എക്സാമിന് വന്ന ചോദ്യമാണിത്. 2.5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന് പുറത്ത് പി എന്ന ബിന്ദു 7.5 സെന്റിമീറ്റർ അകലെ അടയാളപ്പെടുത്തിയിട്ട് ആ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് ടാൻജൻസ്, തൊടുവരകൾ വരയ്ക്കുക എന്നായിരുന്നു ചോദ്യം. സർക്കിളിന്റെ ഔട്ട്സൈഡിലാണ് 2.5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചിട്ട് സർക്കിളിന്റെ ഔട്ട്സൈഡിലെ സെൻട്രിൽ നിന്നും 7.5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലെ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ആ പിയിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുക. പലപ്പോഴും ടാൻജൻസിന്റെ നീളം അളന്നെഴുതാനും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം 2.5 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നെടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കും. പിന്നെ അവിടെ നിന്ന് 7.5 സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. 7.5 സെന്റിമീറ്ററിൽ നിങ്ങൾ ഒരു ലൈൻ വരച്ച് പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തും. ക്ലിയർ? ഈ പി എന്ന പോയിന്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. സെന്റർ ആയിട്ട്, അതായത് ഇത് ഡയമീറ്റർ ആയി നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കണം. ഈ വര വ്യാസമായിട്ട്
OP എന്ന ഈ വര വ്യാസമായിട്ട് വൃത്തം വരയ്ക്കണം. വ്യാസമായിട്ട് വൃത്തം വരയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഹാഫ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? മധ്യബിന്ദു എവിടെയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ സെന്റർ കാണാൻ പറ്റൂ. എങ്കിൽ നിങ്ങൾ 7 ഒരു ലൈനിന്റെ മധ്യലംബം വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചതാണ്. എങ്ങനെയാണ്? കോമ്പസിൽ ഇതിന്റെ പകുതിയേക്കാൾ കൂടുതൽ നീളമെടുത്ത് മുകളിലും താഴെയും ആർക്ക് അടയാളപ്പെടുത്തുക. അതേപോലെ പിയിൽ കുത്തി ഇതേ അകലത്തിൽ തന്നെ ആർക്ക് അടയാളപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇത് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ ലൈനിന്റെ അല്ലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും, മധ്യലംബം കിട്ടും. ഈ പോയിന്റ് വര ഈ OP ഘടിക്കുന്ന ബിന്ദുവായിരിക്കും സെന്റർ. ഈ സെന്റർ ഈ പോയിന്റും ഈ ദൂരം റേഡിയസ് ഇതും ഈക്വൽ ആയിരിക്കും. അകലം എടുത്തുകൊണ്ട് നിങ്ങൾ സർക്കിൾ കംപ്ലീറ്റ് വരയ്ക്കാം. അല്ലെങ്കിൽ ഈ റേഡിയസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സർക്കിളിന്റെ ഒരു ഭാഗം ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് മാത്രം മതി. നിങ്ങൾക്ക് സർക്കിൾ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം. ഞാൻ ഇതിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കോമ്പസ് ഉപയോഗിക്കാതാണ്. നോക്കൂ, ഈ സർക്കിൾ ഈ ആദ്യത്തെ സർക്കിളിനെ 2 പോയിന്റിൽ കൂട്ടിമുട്ടി അല്ലേ? എയും ബിയും എന്നടയാളപ്പെടുത്താം. നിങ്ങൾക്ക് തന്ന പി എന്ന പോയിന്റ് നിങ്ങൾ പി എന്ന പോയിന്റിൽ നിന്ന് വരയ്ക്കാനാണ് ചോദ്യം. 2 സർക്കിളും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റും എയും പിയും തമ്മിൽ യോജിപ്പിക്കുക. സ്കെയിൽ ഉപയോഗിച്ച് എയും പിയും തമ്മിൽ യോജിപ്പിക്കുക, ബിയും പിയും തമ്മിലും യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ടാൻജൻസ് കിട്ടും, PA PB. PA എന്ന ടാൻജൻസും PB എന്ന ടാൻജൻസിന്റെയും നീളം തുല്യമായിരിക്കും. അത് എത്ര സെന്റിമീറ്റർ ആണെന്ന് ഈ മോഡലിൽ ചോദിച്ചിട്ടില്ല, പലപ്പോഴും ചോദിക്കാറുണ്ട്. ആ നീളം നിങ്ങൾ അളന്ന് എഴുതി വയ്ക്കുക. ക്ലിയർ ആയിരുന്നോ? അപ്പോൾ ഒന്നും കൂടി പറയാം. ആദ്യം 2.5 സെന്റിമീറ്റർ ഉള്ള റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കുന്നു, ആരമുള്ള വൃത്തം വരയ്ക്കുന്നു. പിന്നെ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് 7.5 സെന്റിമീറ്റർ അകലെ നീളമുള്ള ഒരു വര വരച്ച് അതിന്റെ എൻഡ് പോയിന്റ് P എന്ന് അടയാളപ്പെടുത്തുന്നു. ക്ലിയർ? ഇനി OP എന്ന ഈ വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ 8 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ 7.5 സെന്റിമീറ്റർ ആകുമ്പോൾ 7.5ന്റെ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന്റെ മധ്യലംബം വരയ്ക്കുന്നു. OP എന്ന വരയുടെ മധ്യലംബം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയേക്കാൾ നീളം കൂടുതലെടുത്ത് കോമ്പസിൽ മുകളിലും താഴെയും ആർക്കടയാളപ്പെടുത്തുന്നു. അതേപോലെ ഇവിടെയും പകുതി ആ നീളം തന്നെ എടുത്ത് ആർക്കിടുന്നു. രണ്ടും യോജിപ്പിക്കുമ്പോൾ ഈ വരയെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ മധ്യബിന്ദു. ആ മധ്യബിന്ദു സെന്റർ ആക്കിക്കൊണ്ട് നിങ്ങൾ O വരെയുള്ള ദൂരവും P വരെയുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. ആ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിൾ ആദ്യത്തെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ് അടയാളപ്പെടുത്തുന്നു, എയും ബിയും. ക്ലിയർ? എയും ബിയും അടയാളപ്പെടുത്തി കഴിഞ്ഞ് പിയിൽ നിന്ന് എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ച് വരയ്ക്കുന്നു. അതാണ് തൊടുവരകൾ. PA PB എന്നതാണ് തൊടുവരകൾ. PAയുടെയും PBയുടെയും നീളം അളന്നെഴുതുന്നു. നോക്കൂ, അടുത്ത കോൺസെപ്റ്റ് ഇതാണ്. സർക്കിളിന് പുറത്ത് P എന്ന ബിന്ദു അടയാളപ്പെടുത്തിയിരിക്കുന്നു. പിയിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു ടാൻജന്റ് തൊടുവര വരയ്ക്കുന്നു. പിന്നെ ഒരു വരയുള്ളത് മുറിക്കുന്ന വരയാണ് അല്ലെ? വൃത്തത്തെ മുറിച്ചുകൊണ്ടാണ് PB എന്ന ഒരു വര കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റ് പഠിച്ചത് ഇതാണ്. മുറിക്കുന്ന വരയുടെയും അതായത് ഇതിനെ കട്ട് ചെയ്തു പോകുന്ന ഈ ലൈനിന്റെ നീളവും PB എന്ന നീളവും സർക്കിളിന് പുറത്തുള്ള ഭാഗവും വൃത്തത്തിന് പുറത്തുള്ള ഈ വരയുടെ ഭാഗമുണ്ടല്ലോ PA ഈക്വൽ ടു അവയുടെ ഗുണനഫലം ഈക്വൽ ടു ഈ ടാൻജന്റിന്റെ ലെങ്ത്തിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. തൊടുവരയുടെ വർഗത്തിന് ഈക്വൽ ആണ്. PCയുടെ വർഗം PC സ്ക്വയറിന് ഈക്വൽ ആണ്. അതായത് PB × PA ഈക്വൽ ടു PC സ്ക്വയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെയാണ് PA × PB ഈക്വൽ ടു PC സ്ക്വയർ എന്നാണ് അടുത്ത കോൺസെപ്റ്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? PA × PB ഈക്വൽ ടു PC സ്ക്വയർ. കഴിഞ്ഞ സർക്കിളിൽ നമ്മൾ പഠിച്ചിരുന്നു PA × PB ഈക്വൽ ടു PC × PD എന്നൊക്കെ പറഞ്ഞേ. നമ്മൾ സർക്കിളിനെ 2 ഞാണുകൾ കൂട്ടിമുട്ടുമ്പോൾ വൃത്തത്തിനകത്ത് വെച്ച് കൂട്ടിമുട്ടുമ്പോൾ കാര്യം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഇവിടെ ടാൻജന്റിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു നിയമമുണ്ട്. PA × PB ഈക്വൽ ടു P ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഈ പോയിന്റ് തന്നെ തുടങ്ങണം. PA × PB
ഈക്വൽ ടു പി സി സ്ക്വയർ. പല കുട്ടികളും പി എ ഇൻറ്റു എ ബി എന്ന ക്ലാസ്സിൽ പറയാറുണ്ട്. പരീക്ഷയ്ക്കും തെറ്റി വരാറുണ്ട്. പി എ ഇൻറ്റു എ ബി അല്ല മക്കളെ, പി എ ഇൻറ്റു പി തന്നെ തുടങ്ങണം, പി ബി. പി എ എന്ന നീളവും പി ബി എന്ന നീളവും തമ്മിലുള്ള ഗുണനഫലം പി സിയുടെ വർഗം സ്ക്വയറിന് ഈക്വലാണ് എന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് പല പ്രോബ്ലംസും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് 12, ഇത് 3 എങ്കിൽ തൊടുവരയുടെ നീളം എത്ര? മൊത്തം ഇത് 9 എങ്കിൽ തൊടുവരയുടെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 3 ഇൻറ്റു 12. ഇത് മൊത്തം 12 ആണ്. 3 ഇൻറ്റു 12 36. ആ 36 തന്നെയായിരിക്കണം സ്ക്വയർ, പി സിയുടെ സ്ക്വയർ എങ്കിൽ ഇത് 6 അല്ലേ? ക്ലിയർ? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നതാണ്. എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു വര മനസ്സിലാക്കാവുന്നതാണ്. പി എ എന്ന നീളവും പി ബി എന്ന നീളവും വശങ്ങളായ ഒരു ചതുരത്തിന്റെ പരപ്പളവ്, അതാണ് പി എ ഇൻറ്റു പി ബി. ചതുരത്തിന്റെ പരപ്പളവ് പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സി വശമായ സമചതുരത്തിന്റെ പരപ്പളവിനെ തുല്യമായിരിക്കും. പി എ വശമായ ഇവിടെ 90 ഡിഗ്രിയിൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ പി ബി എന്ന നീളം, മൊത്തം പി ബി എന്ന നീളം 12, ആ 12 സെന്റിമീറ്റർ എടുത്ത് നിങ്ങൾ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഇവിടെ പി സി വശമായി നിങ്ങൾ വരയ്ക്കുന്ന ഒരു സ്ക്വയർ 90 ഡിഗ്രിയിൽ, അതായത് 4 വശവും ഈക്വലായി നിങ്ങൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ 6 വീതെടുത്ത് ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയയും ഈ സ്ക്വയറിന്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും എന്ന ഒരു കോൺസെപ്റ്റും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അതാണ് പി എൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണത്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന ഒരു വര. നിങ്ങൾക്ക് ചതുരത്തിന്റെ തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നിയമം ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തർക്കും പല മുമ്പൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചതുരത്തിന്റെ തുല്യ പരപ്പളവുള്ള സർക്കിളിൽ പഠിച്ചിട്ടുണ്ട്. ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമരം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതിന്റെ മധ്യലംബം ഇതിന്റെ വരച്ച് അല്ലേ, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടെത്ത്. നമ്മൾ ഇതിനെ എന്താണ് പറഞ്ഞത്? സർക്കിൾ വരച്ച് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കൽ പഠിച്ചതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും റെക്റ്റാങ്കിളിനെ ഈക്വലുള്ള സ്ക്വയർ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ സ്ക്വയറിന് ഈക്വലുള്ള റെക്റ്റാങ്കിളോ റെക്റ്റാങ്കിളിന് ഈക്വലുള്ള സ്ക്വയറോ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു വര കൂടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അടുത്ത കോൺസെപ്റ്റ് 2 വരകളെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന വൃത്തങ്ങളെ കുറിച്ചാണ്. 2 വരകളെ തൊട്ടുകൊണ്ട് നമുക്ക് അനവധി വൃത്തങ്ങൾ വരയ്ക്കാൻ സാധിക്കും. ക്ലിയർ? ഒരു വൃത്തമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ ഈ പോയിന്റിലും തൊട്ടിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വൃത്തവും ഇവിടെ ഈ പോയിന്റിലും ആ വരകൾ തൊട്ടിട്ടുണ്ട്. അതായത് ഈ വരകൾ തൊടുവരകളായ വൃത്തങ്ങളാണ് ഈ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഈ വരകളെ നിങ്ങൾ ഇങ്ങനെ തൊടുവരകളായി വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഈ വൃത്തത്തിന്റെ കേന്ദ്രങ്ങളുണ്ടല്ലോ, ഈ കേന്ദ്രങ്ങളെല്ലാം ഈ കോണിന്റെ ഈ വരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടെത്താൻ സാധിക്കും. ഈ തൊടുവരകൾ നീട്ടിയാൽ നമുക്ക് കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടെത്താൻ സാധിക്കും. ആ കോണിന്റെ സമഭാജിയിലായിരിക്കും എന്നതാണ് അടുത്ത കോൺസെപ്റ്റ്. അതായത് ഈ കോണിന്റെ അന്തർവൃത്തമാണ് ഇതൊക്കെ. ഒരെണ്ണല്ല, പലതും വരയ്ക്കാൻ സാധിക്കും. ഒരു കോണിനെ അനവധി അന്തർവൃത്തങ്ങൾ, ഉൾഭാഗത്ത് വൃത്തങ്ങൾ വരയ്ക്കാൻ, ഇതിനെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന വൃത്തങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. എല്ലാ വൃത്തങ്ങളുടെയും കേന്ദ്രങ്ങൾ ഈ കോണിന്റെ സമഭാജിയിലായിരിക്കും എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് നിങ്ങൾക്കറിയാം ഇതിന്റെ റേഡിയസ് ആണ്, പെർപെൻഡിക്കുലർ ആണ് 90 അല്ലേ? ഈ അകലം ഇതിലേക്കുള്ള അകലവും ഇതിലേക്കുള്ള അകലവും ഈക്വൽ ആണ്, റേഡിയസ് ആണ്. എങ്കിൽ ഈക്വിഡിസ്റ്റന്റ് ആണ്. കേന്ദ്രത്തിൽ നിന്ന് തൊടുവരകളിലേക്കുള്ള അകലം അത് ഈക്വൽ ആണ് അല്ലേ? അതായത് നമുക്ക് പറയാൻ പറ്റുന്നത് കോൺ സമഭാജിയിലാണ് അന്തർവൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ. ഇൻസർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ സെന്ററുകളെല്ലാം എങ്കിൽ ബൈസെക്ടറിൽ ആയിരിക്കും എന്നതാണ്. പിന്നെ ഈക്വിഡിസ്റ്റന്റും ആയിരിക്കും. അത് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല, റേഡിയസ് ഈക്വൽ ആയിരിക്കും എന്നതർത്ഥം. ക്ലിയർ ആണല്ലോ? ഇതുപയോഗിച്ച് നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അതുകൂടി ഡിസ്കസ് ചെയ്യാം. നോക്കൂ, SSLC മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 6 സെന്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണം വരച്ച്, അതായത് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ 6 സെന്റിമീറ്റർ ആയിട്ടുള്ള ഈക്വലേറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ അന്തർവൃത്തം ഇൻസർക്കിൾ വരയ്ക്കുക.
അന്തർവൃത്തത്തിന്റെ ആരം അളന്നെഴുതുക. എൻ സർക്കിളിന്റെ റേഡിയസും നിങ്ങൾ അളന്നിട്ട് എഴുതണം എന്നതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊന്ന് സൈഡിൽ വരച്ചു നോക്കുക. ആദ്യം വരയ്ക്കേണ്ടത്, മുമ്പും ഇതേപോലെയുള്ള ഒരു ചിത്രം വരച്ചതാണ് നമ്മൾ, അല്ലേ? ഇതിൽ ആദ്യം ചെയ്യേണ്ടത് സമഭുജ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. സമഭുജ ത്രികോണം, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ അന്തർവൃത്തമാണ് വരയ്ക്കേണ്ടത്. അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ അകത്തുള്ള വൃത്തം വരയ്ക്കണം എന്നർത്ഥം. ഇതിന്റെ സൈഡുകളൊക്കെ 6 സെന്റിമീറ്റർ ആയിരിക്കണം എന്നും അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വൃത്തത്തിന്റെ ആരം അളന്നിട്ട് എഴുതാനാണ് ചോദ്യം. ക്ലിയർ? ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ മുൻപും വരച്ചതാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറയണേ, നിങ്ങൾ റഫ് ഫിഗർ സൈഡിൽ വരച്ചു നോക്കൂ എന്ന്. അതിൽ ആദ്യം സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരുന്നേ, തൊടുവര എന്നുള്ള ഭാഗത്ത്, അല്ലേ? ആദ്യം സർക്കിൾ വരച്ചിട്ട് പിന്നെയാണ് ടാൻജൻസ് വരച്ചത്. ഇവിടെ ആദ്യം ടാൻജൻസ് ആയി വരുന്ന ആ ത്രികോണമാണ് വരയ്ക്കുന്നത്, പിന്നെയാണ് സർക്കിൾ വരയ്ക്കുന്നത്. ക്ലിയർ? നോക്കാം. വശമുള്ള സമഭുജ ത്രികോണം വരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്. 6 സെന്റിമീറ്റർ എടുത്ത് വരച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ 6 സെന്റിമീറ്റർ തന്നെ കോമ്പസിൽ അളന്നെടുത്ത് ഓരോ എൻഡ് പോയിന്റ്സിൽ നിന്നും നിങ്ങൾ ആർക്ക് വരയ്ക്കാറുണ്ട്, അല്ലേ? അങ്ങനെ ആർക്ക് വരച്ചാൽ നിങ്ങൾ കിട്ടുന്നത് ഒരു സമഭുജ ത്രികോണാണ്. സമഭുജ ത്രികോണാണ്. ഈ സമഭുജ ത്രികോണം ABC എന്ന സമഭുജ ത്രികോണം. ഈ സമഭുജ ത്രികോണത്തിന് അന്തർവൃത്തമകത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വൃത്തം വരച്ചാൽ ചിലപ്പോൾ പുറമേ പോവും. അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ പുറമേ പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് 60 ഡിഗ്രിയാണ്, അന്തർവൃത്തത്തിന് 60 ഡിഗ്രിയാണ്. അത് നിങ്ങൾ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം, അല്ലേ? കോൺ സമഭാജി വരയ്ക്കാൻ വെർട്ടെക്സിൽ കോമ്പസ് കുത്തി, ശീർഷത്തിൽ കോമ്പസ് കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. ആർക്ക് ഇവിടെ ലൈനിൽ കൂട്ടിമുട്ടുന്ന, വശങ്ങളിൽ കൂട്ടിമുട്ടുന്നിടത്ത് കോമ്പസ് വെച്ച് നിങ്ങൾ ആർക്ക് ഇവിടെയും വെച്ച് ആർക്ക് വരയ്ക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഇത് യോജിപ്പിക്കേണ്ടി വരും. ഇതിൽ നിന്ന് മനസ്സിലാവുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യം 30 മുറിഞ്ഞു പോകും, അല്ലേ? 30 അളന്ന് നിങ്ങൾക്ക് ചെയ്യാം. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കോമ്പസ് ഉപയോഗിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി 2 എണ്ണത്തിന്റെ സമഭാജ്യങ്ങളും വരച്ചാലേ നമുക്ക് പറ്റുള്ളൂ, കേന്ദ്രം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 2 കോൺ സമഭാജികളുടെ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഈ വൃത്തത്തിന്റെ കേന്ദ്രം വരിക. അതായത് വൃത്തകേന്ദ്രം കോൺ സമഭാജിയിലായിരിക്കും എന്നൊരാശയം ഉപയോഗിച്ചാണ് ഈ കോൺ സമഭാജി വരച്ചത്. ഇനി അതേപോലെ ഈ വൃത്തത്തിനും ഇവിടെ കോമ്പസ് കുത്തി ഒരു ആർക്ക്, വീണ്ടും സെന്റർ അടയാളപ്പെടുത്താനായിട്ട് കോൺ സമഭാജി വരയ്ക്കുന്നതിനെ കോമ്പസ് കുത്തി ഒരേ അകലത്തിൽ ആർക്ക് വരച്ച് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾ പ്രൊജക്റ്റിലൂടെയൊക്കെ കണ്ട കാര്യമാണ്. നിങ്ങളുടെ ബോർഡിലും അളന്ന് ടീച്ചർ വരച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒന്ന് റിവിഷൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോഴേ ഇത് വരച്ച് ഇപ്പൊ സെന്റർ കിട്ടിക്കഴിഞ്ഞു, സർക്കിളിന്റെ സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താണ് അതിന്റെ റേഡിയസ് എന്നറിയണം. റേഡിയസ് അറിയണമെങ്കിൽ ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം താഴേക്ക്. നിങ്ങൾ കോമ്പസ് കുത്തി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. എന്നാലും നമുക്ക് ശരിയായ മാർഗം ഇതിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് കോമ്പസ് കുത്തി വീണ്ടും മാർക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇതിൽ നിന്നും അറിയുന്ന കുട്ടികളെ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് സർക്കിൾ വരയ്ക്കാൻ നോക്കുക. ഇതിനുള്ളിൽ കൃത്യം കൊള്ളണം വിധത്തിൽ. എന്നിട്ട് ഈ റേഡിയസ് എടുത്ത് നിങ്ങൾ സർക്കിൾ വരയ്ക്കുക എന്നാണ്. കോമ്പസ് കുത്തി സർക്കിൾ വരയ്ക്കുക. ഞാൻ കൃത്യമായി മെഷർമെന്റ് എടുക്കാത്തതുകൊണ്ട് ഒരു പക്ഷേ കൃത്യമായി തോന്നില്ല. നിങ്ങൾക്ക് കൃത്യമായി മെഷർമെന്റ് എടുത്ത് നിങ്ങൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായി കൊള്ളണ വിധത്തിൽ ഒരു വൃത്തം വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റേഡിയസ് എത്രയാണോ എടുത്തത് അത് അളന്നിട്ട് റേഡിയസ് ആരം സമം എന്ന് പറഞ്ഞ് അത് എടുത്തെഴുതും. ക്ലിയർ ആണല്ലോ, അല്ലേ? അപ്പൊ ഈ ഒരു ചിത്രവും നിങ്ങൾക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അന്തർവൃത്തം വരച്ച് ആരം അളന്നെഴുതുക. ത്രികോണത്തിന്റെ അന്തർവൃത്തം, ഏത് രൂപത്തിന്റെ അന്തർവൃത്തം വരയ്ക്കാൻ പറഞ്ഞാലും നിങ്ങൾ അതിന്റെ കോണിന്റെ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു കണ്ടെത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ ചതുർഭുജത്തിന്റെ ഏതാണോ രൂപം തന്നത്, റോംബസിന്റെ ആവാൻ സാധ്യതയുടെ ഭുജ സാമാന്തരികത്തിന്റെ, നിങ്ങൾക്ക് കോൺ സമഭാജി കണ്ടെത്തി വരച്ച്
അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് വേണം നിങ്ങൾ കേന്ദ്രമായി എടുക്കാനായിട്ട്. പിന്നെ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ലംബ ദൂരമായിരിക്കണം ആരമായിട്ട് എടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്. എന്തായിരുന്നു കോൺസെപ്റ്റ്? തൊടുവര ഈ കോൺ സമഭാജിയിലായിരിക്കും വൃത്തകേന്ദ്രം എന്നുള്ളതാണ് ഇതിലെ കോൺസെപ്റ്റായി നമ്മൾ പഠിച്ചത്. ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്തം ക്ലിയർ. ആ 3 വശങ്ങളെയും തൊട്ടുകൊണ്ട് കടന്നു പോണ വൃത്തമാണ് അന്തർവൃത്തം. അതിന്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ. ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു സൂത്രമുണ്ട്. അന്തർവൃത്ത ആരം, അതായത് റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ, അന്തർവൃത്ത ആരം കാണാൻ വേണ്ടി നമുക്ക് എന്താണ് തമ്മിലുള്ള ബന്ധം എന്നാണ്. ഇതിന്റെ പരപ്പളവ്, ഈ ത്രികോണത്തിന്റെ പരപ്പളവിനെ ചുറ്റളവിന്റെ പകുതി, ഇതിന്റെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചതാണ്. ചുറ്റളവിന്റെ പകുതി. ഒന്നുകൂടി പറയാം. ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ പരപ്പളവിനെ അതിന്റെ ചുറ്റളവിന്റെ പകുതി കൊണ്ട് ഹരിച്ചതാണ് എന്നതാണ്. ക്ലിയർ ആണല്ലോ അല്ലെ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. R = പരപ്പളവ് ഏരിയയെ ഏതുകൊണ്ട്? പെരിമീറ്ററിന്റെ ഹാഫ്, ചുറ്റളവിന്റെ പകുതി. നമ്മൾ മുമ്പ് മുതലേ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമുണ്ട് S എന്നുള്ളത് അല്ലെ? അതായത് R = ഏരിയ ബൈ A ബൈ S. In radius = ഏരിയ ബൈ പെരിമീറ്ററിന്റെ ഹാഫ് അല്ലേ? R = A ബൈ S എന്നൊരു കോൺസെപ്റ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. ഒരു ത്രികോണം ABCയുടെ ഇൻ സർക്കിൾ അന്തർവൃത്തമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആ വൃത്തത്തെ ത്രികോണം ABCയുടെ വശങ്ങൾ PQR എന്നീ പോയിന്റിലാണ്, എന്നീ ബിന്ദുക്കളിലാണ് അത് തൊടുന്നത് എങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് AP എന്ന് പറയുന്ന നീളം 5 സെന്റിമീറ്റർ ആണ് എന്നും BQ എന്ന നീളം 4 സെന്റിമീറ്റർ ആണ് എന്നും AC എന്ന നീളം 3 സെന്റിമീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട്. ചോദ്യം, ഈ ത്രികോണം ABCയുടെ ചുറ്റളവ് കണക്കാക്കുക എന്നതാണ്. ത്രികോണം ABCയുടെ ചുറ്റളവ് കണക്കാക്കുക എന്നതാണ്. എന്താണ് മക്കളെ ചുറ്റളവ് എന്ന് പറയുന്നത്? ത്രികോണം ABCയുടെ 3 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടിയാലാണ് ചുറ്റളവ് കിട്ടുന്നത്. ത്രികോണം ABCയുടെ 3 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടണം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ വശങ്ങൾ എന്ന് കണ്ടെത്തേണ്ടി വരും അല്ലെ? ത്രികോണം ABCയുടെ 3 വശങ്ങൾ AB, BC, AC എന്നീ നീളങ്ങൾ കണ്ടെത്തേണ്ടി വരും. നോക്കൂ, ABയിൽ AP എന്ന നീളമേ നമുക്ക് അറിയുള്ളൂ. ബാക്കി BP കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്ക് എന്താണ് ഈ AP എന്ന് പറയുന്നത്? ഈ വൃത്തത്തെ അടിസ്ഥാനമാക്കി നോക്കിയാൽ AP P എന്ന ബിന്ദുവിൽ നിന്നിലേക്കുള്ള ഒരു തൊടുവരയാണ് അല്ലെ? ഒരു ടാൻജന്റ് ആണ്. എയിൽ നിന്ന് P വരെയുള്ള ദൂരം ഒരു ടാൻജന്റ് ആണത്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിന് പുറത്തുള്ള തൊടുവരകളുടെ നീളം തുല്യമാണ്. പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളുടെ ടാൻജൻസിന്റെ നീളങ്ങൾ തുല്യമാണ് എന്ന ആശയം ഉപയോഗിച്ച് AP 5 ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ പറയാം എയിൽ നിന്ന് R വരെയുള്ള ദൂരവും എത്ര തന്നെയാണ്? 5 സെന്റിമീറ്റർ ആണ് എന്ന് പറയാം. അതായത് AP എന്ന നീളവും AR എന്ന നീളവും 5 സെന്റിമീറ്റർ ആണ്. എന്താണ് ആശയം? വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളുടെ ടാൻജൻസിന്റെ നീളങ്ങൾ തുല്യമാണ് എന്നൊരാശയമാണ്. ക്ലിയർ? ഇതേപോലെ നമുക്ക് പറയാൻ പറ്റുന്നത് BP എന്ന നീളവും BQ എന്ന നീളവും തുല്യമാണ്. നമുക്ക് തന്നത് BQ ആണ്. BQ എന്ന നീളം ഏതിന് തുല്യമാണ്? BPക്ക് തുല്യമാണ്. അതുകൊണ്ട് രണ്ടും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. 4 സെന്റിമീറ്റർ ആണ്. ഇതുപോലെ സിയിൽ നിന്ന് R വരെയുള്ള ദൂരവും CQവും ഈക്വൽ ആണ്. CR = CQ = 3 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? നമുക്ക് തന്നത് നിങ്ങളെ ആൻസർ ഷീറ്റിലെ ചിത്രം നന്നായി വരച്ച് ഇത് 5 ആണെങ്കിൽ ഇത് 5 എന്ന് എഴുതാം, ഇത് 3 ആണെങ്കിൽ ഇത് 3 ഇപ്പൊ കണ്ടുപിടിച്ചു വെച്ചതാണ്. 4ൽ നിന്ന് 4 എഴുതാം. ഇനി നിങ്ങൾക്ക് 3 വശങ്ങളുടെ നീളങ്ങൾ പറയാൻ പറ്റില്ലേ? AB = 5 + 4 എത്ര? 9 സെന്റിമീറ്റർ അല്ലേ? BC എന്ന നീളം BC
4 + 3 7 സെന്റിമീറ്റർ എന്നും അതുപോലെ എ സി എന്ന നീളം എത്ര കിട്ടി? 3 + 5 8 സെന്റിമീറ്റർ എന്നും കിട്ടും. ക്ലിയർ ആണല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് ഇതിന്റെ ചുറ്റളവ് കാണാം. ചുറ്റളവ് എത്രയായിരിക്കും? ത്രികോണത്തിന്റെ ചുറ്റളവ് സമം 3 വശങ്ങളുടെ നീളങ്ങൾ കൂട്ടുക. എത്രയൊക്കെയാണ് 3 വശങ്ങളുടെ നീളം? 9 + 7 + 8. 9 9 + 7 + 8 എത്ര കിട്ടും? 24 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ അല്ലേ? ത്രികോണത്തിന്റെ ചുറ്റളവ് ഈസി ആയിട്ട് നമുക്ക് 24 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇതേപോലെ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങളും ചതുർഭുജം ഉപയോഗിച്ചുകൊണ്ടും ഇതേ ഐഡിയ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് കാണാറുണ്ട്. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റിന്റെ അപ്ലിക്കേഷൻ ആയിരിക്കും അവിടെയുള്ളത്. അപ്പോൾ ഒരുവിധം തൊടുവരകൾ എന്ന പാഠത്തെ ഒരുവിധം കോൺസെപ്റ്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ 1-2 എക്സാമ്പിൾ വെച്ചാണ് നമ്മളിവിടെ ചെയ്തത്. കൂടുതൽ എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായും തൊടുവരകൾ എന്ന ചാപ്റ്ററിൽ നിന്ന് എല്ലാ മാർക്കും എളുപ്പത്തിൽ വാങ്ങാനായിട്ട് സാധിക്കും. വൃത്തങ്ങളും തൊടുവരകളും മാത്രം പഠിച്ചാൽ തന്നെ 30 മാർക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നന്നായിട്ട് വരയ്ക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ നന്നായി വരച്ച് തന്നെ പഠിക്കുക. അതുപോലെ എല്ലാ കോൺസെപ്റ്റുകളും അവസാന റിവിഷൻ സമയത്ത് എല്ലാ കോൺസെപ്റ്റുകളും നന്നായി ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.